ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം നോക്കാം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. അതായത് യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. ഈ യജ്ഞങ്ങൾക്കുള്ള കർമ്മങ്ങളല്ലാതെ ബാക്കി എന്ത് കർമ്മങ്ങളും ഈ ലോകത്ത് ചെയ്താൽ നമുക്കതിനോട് ബന്ധനമുണ്ടാകും, അതിനോടൊരു ഒട്ടലുണ്ടാകും, ഇല്ലേ, അതിനോടൊരു അടുപ്പം ഉണ്ടാകും. അതേസമയം തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. അതുകൊണ്ട് നീ എന്തു ചെയ്യണം? മുക്തസംഗനായി, ഈ സംഘമില്ലാതിരിക്കാൻ എന്തു ചെയ്യണം? യജ്ഞരൂപത്തിലുള്ള കർമ്മം അനുഷ്ഠിക്കുക. യജ്ഞരൂപത്തിലുള്ള കർമ്മം അനുഷ്ഠിക്കാനായിട്ട് പറയുന്നു. ഇനി അടുത്തതോ, സഹയജ്ഞ പ്രജാ സൃഷ്ട്വ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വം യേഷ വോ അസ്തിഷ്ട്വ കാമധു. അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ യജ്ഞകർമ്മങ്ങളോടൊപ്പം പ്രജാസൃഷ്ടിയും കൂടെ നമ്മുടെ ബ്രഹ്മാവ് നടത്തിയിരുന്നു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ യജ്ഞകർമ്മം കൊണ്ട് അഭിവൃദ്ധിയെ നിങ്ങൾ പ്രാപിക്കാൻ. ഈ യജ്ഞകർമ്മങ്ങൾ നിങ്ങളുടെ അഭിലാഷം നേടിത്തരുന്ന ഒരു കാമധേനുവായി ഭവിക്കട്ടെ. അതായത് ഈ യജ്ഞകർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്കതിനോട് ഒട്ടലില്ലാതെ അതേസമയം നമ്മുടെ അഭിലാഷങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യും യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ. ഇനി അടുത്താണ് ഏറ്റവും നല്ലത്. 11-ാമത്തെ ശ്ലോകം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യഥ. അതായത് ദേവന്മാരെ യജ്ഞരൂപത്തിലുള്ള കർമാനുഷ്ഠാനം കൊണ്ട് നമ്മൾ പ്രസാദിപ്പിക്കുക അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക. ഈ സന്തുഷ്ടരായ ദേവന്മാരോ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ. അങ്ങനെ പരസ്പരം സന്തോഷിപ്പിച്ച് പരമമായ ശ്രേയസ് കൈവരിക്കട്ടെ. നമുക്ക് ദേവന്മാരുടെ കാര്യം പറയുമ്പോഴേ എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ. ഇപ്പം സൂര്യദേവൻ ഇല്ലെങ്കിൽ വായുദേവൻ, ഈ ദേവന്മാരൊക്കെ അവരെയൊക്കെ നമ്മൾ ദേവന്മാരായിട്ട് ആരാധിക്കുന്നു, ഇല്ലേ? അത് അവർ പ്രകൃതി ശക്തികളാണ് എന്ന്. അപ്പം നമ്മൾ വരും അന്ധവിശ്വാസികളാണെന്നൊക്കെ പലരും പറയും. പക്ഷേ ഇപ്പം സൂര്യദേവനെ പറ്റിയൊക്കെ നമ്മളില്ലേ, അത് ആദ്യത്തെ ഹൃദയം ജപിക്കും, പിന്നെ ജലം സമർപ്പിക്കും, അങ്ങനെ എല്ലാം ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇവരാരും ഇല്ലെങ്കിൽ നമ്മൾക്ക് ജീവനില്ല. അതാണ് ഇപ്പം പറയുന്നത്, പരസ്പരം ഭാവയന്ത. കാരണം നമ്മളുടെ യജ്ഞരൂപത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ. അവർ എന്താ തരുന്നത്? നമുക്കെല്ലാം അവർ തരുകയല്ലേ ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഈ